ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ലിവർ ഗിസാഡ് ഫ്രൈ ആണ്, അഥവാ വട്ടും കരളും ഫ്രൈ. ഗിസാഡിൻ്റെ ഒരു പ്രത്യേക മണം കാരണം ആ ഐറ്റം എല്ലാവരും ഒരുപോലെ കഴിക്കുന്നതല്ല. പക്ഷേ ആ മണം ഒന്നുമില്ലാതെ വളരെ ടേസ്റ്റോടുകൂടി നമുക്ക് ഗിസാഡ് ലിവർ ഫ്രൈ ഉണ്ടാക്കാം. അപ്പം വായോ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ 3 കിലോയോളം ഗിസാഡും ലിവറുമാണ് എടുത്തേക്കുന്നത്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. ആ ഗിസാഡിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തിളപ്പിക്കുന്നത്. എന്നിട്ട് ആ വെള്ളം കളഞ്ഞ് ഈ ചിക്കൻ പാർട്സ് നമ്മൾ മാറ്റി വെക്കണം. ഇനി അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 5-6 വെളുത്തുള്ളി മുഴുവനോടെ ഇട്ടേ. ഇവിടെ മുഴുവനോട് ഇടണം ഒരു നിർബന്ധമില്ല, അത് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ ഇട്ടത്. ചതച്ചായാലും നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഏകദേശം വഴണ്ട് വരുമ്പം നമ്മളൊരു 3 സവാള അരിഞ്ഞത് ചേർക്കണം. കൂടെ 4 പച്ചമുളക് കീറിയതും കൂടെ ചേർക്കാം. എരിവിനനുസരിച്ച് 4 അതിൽ കൂടുതലോ ആവാം. ഇനി നല്ല പോലെ വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് മുകളിലൂടെ തൂക്കി കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇടാനുള്ള സമയമായി. പൊടികൾ നേരെ പാനിലോട്ട് ഇടുന്നതിന് പകരം സവാള എല്ലാം കൂടെ ചേർത്ത് അതിന് മുകളിലോട്ടാണ് നമ്മൾ എല്ലാ പൊടികളും കൂടി ഇടുന്നത്. അങ്ങനെയാകുമ്പോൾ പൊടികൾ പാനിൻ്റെ ചൂട് കാരണം കരിഞ്ഞു പോകത്തില്ല. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി പൊടികളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പൊടി കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഒരു വലിയ തക്കാളി അരിഞ്ഞ് ചേർക്കണം. എന്നിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ലിവറും ഗിസാഡും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അടി പിടിക്കാതിരിക്കാൻ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. കാരണം ലിവറിൽ നിന്നും വെള്ളം ഇറങ്ങാൻ തുടങ്ങും. ഇനി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് ചേർക്കാം. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണേ. നേരത്തെ ചേർക്കാണ്ടായിരുന്നു, അന്നേരം മറന്നുപോയി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. അയ്യത്തൊന്ന് പറിച്ചെടുത്ത ഫ്രഷ് കറിവേപ്പില ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തണ്ടോട് കൂടി ചേർത്തത്. അങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കറിവേപ്പില മാത്രമായിട്ട് ഇട്ടാലും മതി. ഇനി അടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കണേ. നമ്മുടെ ലിവറും ഗിസാഡൊക്കെ റെഡിയായി വരുന്നുണ്ട്. കണ്ടില്ലേ, ബ്രൗൺ കളറിലോട്ട് അത് മാറി. ഇനി കുറച്ചുകൂടെ മുരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നല്ലപോലെ അടി ചേർത്ത് ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമേ. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടിഞ്ഞു പോകാതെ നോക്കണേ. നമ്മൾ കുക്കിങ്ങിനായിട്ട് ലിവർ എടുക്കുമ്പം 1-2 ലിവർ നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്തും ബാക്കിയുള്ള എല്ലാം ഒരു 2 പീസായിട്ട് കട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഉണ്ടായി വരുമ്പോൾ കുറേ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ബൈറ്റ് പീസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1-2 ലിവർ പീസ് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്ത് ഇട്ടാൽ അവസാനം നമുക്കത് ബൈറ്റ് പീസായിട്ട് എടുക്കാൻ കിട്ടും. അല്ലെങ്കിൽ എല്ലാം കൂടെ പൊടിഞ്ഞു പോകും. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ നല്ലപോലെ വറുത്തെടുക്കാൻ. ഒരുപാട് പൊടിഞ്ഞും പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യത്തിന് നമുക്ക് ബൈറ്റ് പീസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലിവർ ഗിസാഡ് ഫ്രൈ റെഡിയായി. ലിവറിൻ്റെ ഗിസാഡിൻ്റെ ഒരു സ്മെല്ലും ഇല്ലാതെ വളരെ ടേസ്റ്റോടുകൂടി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ ചോറിൻ്റെ കൂടെ പോലും നമുക്കിത് വളരെ ടേസ്റ്റോടുകൂടി കഴിക്കാം. നമ്മൾ ഇറക്കുന്നതിന് മുന്നേ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ കൂടി മുകളിലൂടെ തൂക്കി കൊടുക്കണേ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് മുകളിലൂടെ തൂക്കി കൊടുക്കണേ. ഇത് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടിത്തരും. പൊടി എല്ലായിടത്തും എത്തുന്ന രീതി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ആ ഇഷ്ടം കമൻറ്റിലൂടെ അറിയിക്കണേ. കൂട്ടത്തിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.